ശ്രീ ശങ്കുട്ടിദാസ്, വഖഫ് ഭേദഗതി നിയമം പാസാക്കിയതിന് പിന്നാലെയാണ് മുർഷിദാബാദിൽ ഈ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. നേരത്തെയും പല പ്രശ്നങ്ങളുടെ പേരിലും അവിടെ ചില അസ്വസ്ഥതകളുണ്ട്. പക്ഷേ ഈ നിയമം പാസാക്കിയതിൻ്റെ പിന്നാലെയാണ് വൻതോതിൽ നമ്മൾ ഇന്ന് കാണുന്ന വലിയ കലാപത്തിലേക്ക് മുർഷിദാബാദ് എത്തുന്നത്. കഴിഞ്ഞ 5 ദിവസമായി അവിടെ നിന്ന് കത്തുകയാണ് എന്ന് വേണം യഥാർത്ഥത്തിൽ പറയാൻ. ഇതേ തുടർന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായി. ആ ഇടപെടൽ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. അവിടെ ബി എസ് എഫിനെ നിയോഗിച്ചിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ അവിടെ അക്രമം തുടരുകയാണ്. മമതാ സർക്കാർ ഇങ്ങനെ, മമതാ ബാനർജി ഈ ഇസ്ലാമിസ്റ്റുകളെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന് വേണമോ അനുമാനിക്കാൻ? തീർച്ചയായിട്ടും ബംഗാളില് വഖഫിനെതിരായി നടക്കുന്ന ഒരു സമരമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബംഗാളിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളിലെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ് മാത്രമാണിത്. ഇതിന് തൊട്ട് മുമ്പ് രാമനവമിക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമവും രാമനവമിയുമായി ബന്ധപ്പെട്ട കലാപങ്ങളും ഒരാളുടെ മരണവും ഒക്കെ സംഭവിച്ചിരുന്നു. അതിനു മുമ്പ് ചൈത്ര നവരാത്രി ആഘോഷങ്ങൾക്കെതിരെ ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും നടന്നിരുന്നു. ബംഗ്ലാദേശിൽ കലാപം നടന്ന സമയത്ത്, ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം നടന്ന സമയത്ത് ആ കലാപത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെ ബംഗാളിൽ അക്രമവും ഹിന്ദുക്കളുടെ വീടുകൾക്ക് നേരെ ആക്രമണവും ഒക്കെ നടന്നിരുന്നു. അപ്പൊ തുടർച്ചയായിട്ട് ബംഗാളിന്റെ ഒരു ഡെമോഗ്രഫി മാറിയതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിനെ പൂർണ്ണമായി ഇസ്ലാമിക വൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിന് പക്ഷെ 1921 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. 1905 ഡിവിഷൻ ഓഫ് ബംഗാൾ ഉണ്ടാവുന്നത് തന്നെ എനിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ മുന്നേറ്റമൊക്കെ ആരംഭിക്കുന്നത് ഈ ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ, ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള ഒരു വലിയ സമരമായിട്ടാണ്. ദേശീയവാദ പ്രസ്ഥാനം അങ്ങനെയാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. ഈ ബംഗാൾ വിഭജനം ഉണ്ടാവുന്നതിന്റെ ബംഗാളിന്റെ ജനസംഖ്യയിൽ ഒരു പ്രദേശത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ ആ പ്രദേശത്തെ ഒരു പ്രത്യേക മുസ്ലിം പ്രദേശമാക്കി മാറ്റാൻ ഈസ്റ്റ് ബംഗാളിനെ മുസ്ലിം ബംഗാളും വെസ്റ്റ് ബംഗാളിനെ ഹിന്ദു ബംഗാളും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ തുടർന്നിട്ടാണ്. പിന്നീട് അങ്ങോട്ട് ആ ബംഗാളിന്റെ ഡെമോഗ്രഫി അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. 1919 മുതൽ 22 വരെ നടന്നിട്ടുള്ള ഖിലാഫത്ത് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് രാജ്യത്തെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം ബംഗാളാണ്. ഈ പറയുന്ന മുർഷിദാബാദും മാൾഡയൊക്കെ അന്ന് ഘോരമായിട്ടുള്ള അതിക്രമങ്ങൾ, അതായത് ഹിന്ദു വില്ലേജുകൾ പൂർണ്ണമായിട്ട് നിഷ്കാസനം ചെയ്യപ്പെടുന്ന അവസ്ഥ പോലും അന്നുണ്ടായിട്ടുണ്ട്. 1947 ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്ന ഡയറക്ട് ആക്ഷൻ ഡേ, 1945 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കുന്ന ഡയറക്ട് ആക്ഷൻ ഡേ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് അംഗീകരിപ്പിക്കാൻ വേണ്ടി, അതിന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെയും കോൺഗ്രസിനെയും സമ്മതിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ സംഘശക്തി എന്താണെന്ന് കാണിച്ചു തരാൻ, പാകിസ്ഥാൻ എന്ന ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ഡയറക്ട് ആക്ഷൻ ഡേ. ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായിട്ട് എന്താണ്ടായത്? രക്തരൂക്ഷിതമായിട്ടുള്ള വർഗീയ കലാപങ്ങളാണ്, ആഭ്യന്തര സംഘർഷങ്ങളാണ്. ഹിന്ദു ഭവനങ്ങൾക്കും ഹിന്ദു വീടുകൾക്കും ഹിന്ദു സ്ഥാപനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ്. അന്ന് ബംഗാളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും മനസാക്ഷിയുള്ള മനുഷ്യരുടെ രക്തം മരവിച്ചു പോകും. വീക്ക് ഓഫ് ലോങ് നൈറ്റ്സ് എന്ന് പറയും, നീണ്ട കഠാരകളുടെ വാരം എന്നാണ് ആ ഒരു ആഴ്ചയെ വിളിക്കുന്നത്. അവിടെ നൗഖാലി കില്ലിങ്സ്, ഗ്രേറ്റ് കൽക്കട്ട മാസക്കർ എന്നൊക്കെ പറയുന്ന, അതായത് കൊലപാതക പരമ്പരകളാണ്. കബന്ധ കുന്നുകളും രക്തപ്പുഴയും കൊണ്ട് ബംഗാളിന്റെ തെരുവുകൾ തന്നെ ചുവന്ന നിറത്തിലായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് ഈ വീക്ക് ഓഫ് ലോങ് നൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അത് സുഹറവർദി എന്ന് പറയുന്ന ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഉണ്ടായിരുന്നു. ആ സുഹറവർദിയുടെ നേതൃത്വത്തിലാണ് ബംഗാളിൽ ഇത്രയും രൂക്ഷമായിട്ടുള്ള കലാപങ്ങൾ നടത്തിയത്. അതിനെ തുടർന്നിട്ടൊക്കെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഡിമാൻഡ് നമുക്ക് അംഗീകരിക്കേണ്ടി വന്നത്. അതിനുശേഷവും 1951 സെൻസസ് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ബംഗാളിൽ തന്നെ, വെസ്റ്റ് ബംഗാളിൽ തന്നെ, അതായത് അന്ന് ഹിന്ദു ബംഗാൾ, ഇന്ത്യയുടെ ഒപ്പം ചേർന്നിട്ടുള്ള ഹിന്ദു ബംഗാൾ എന്ന് കണക്കാക്കിയിരുന്ന സ്ഥലത്ത് പോലും 21.5% മുസ്ലിം ജനസംഖ്യ ഉണ്ടായിരുന്നു. 78.5% ഹിന്ദു ജനസംഖ്യ ഉള്ളത്. ആ ഡെമോഗ്രഫി കാലം കൊണ്ട് എങ്ങനെയാണ് മാറി മാറി വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബംഗ്ലാദേശിൽ എപ്പോഴൊക്കെ കലാപങ്ങൾ നടക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അതിനോട് അനുബന്ധിച്ചിട്ടുള്ള കലാപങ്ങൾ ഈ പ്രദേശങ്ങളിൽ, ഈ 5 ജില്ലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുർഷിദാബാദ് ആയിക്കോട്ടെ, മാൾഡ ആയിക്കോട്ടെ, നാദി ആയിക്കോട്ടെ, 24 നോർത്ത് പർഗാനാസ് ആയിക്കോട്ടെ, 24 സൗത്ത് പർഗാനാസ് ആയിക്കോട്ടെ, ഈ 5 ജില്ലകൾ എന്ന് പറയുന്നത് ബോർഡർ ഡിസ്ട്രിക്റ്റുകളാണ്. ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റുകളാണിത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഈ 5 ഡിസ്ട്രിക്റ്റുകളിൽ റിഫ്ലക്ട് ചെയ്യാറുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ബ്രണ്ട് ഹിന്ദുക്കളെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് മുർഷിദാബാദിലും അതേപോലെ തന്നെ ഈ പറയുന്ന മാൾഡയിലുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തർ രത്നഗിരി എന്ന് പറയുന്ന ഒരു സ്ഥലവും കൂടി ഉണ്ട്. ഈ 3 ജില്ലകളുടെ പ്രത്യേകത, ഈ 3 ജില്ലകളാണ് ബംഗാളിലെ ആകെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ എന്നുള്ളതാണ്. ഈ മുർഷിദാബാദ് 66% മുസ്ലിം ജനസംഖ്യയുള്ള
ഒരു ജില്ലയാണ്. അതേപോലെ തന്നെ മാൾഡ എന്ന് പറഞ്ഞാൽ 51% മുസ്ലിം ജനസംഖ്യയുള്ള ജില്ലയാണ്. ഉത്തരത്തിനഗഞ്ച് പോലും 49% ഉള്ളൂ. പിന്നീട് എല്ലാ സ്ഥലത്തും 40-ൽ താഴെയോ 35-ൽ താഴെയോ. ഈ രണ്ട് ജില്ലകൾ, മുർഷിദാബാദ്, മാൾഡ എന്ന് പറയുന്ന ജില്ലകൾക്ക് രണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. ഒന്ന്, അത് ബംഗ്ലാദേശിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ബോർഡർ ഡിസ്ട്രിക്റ്റ് ആണ്. രണ്ട്, വെസ്റ്റ് ബംഗാളിലെ ആകെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകൾ ഇതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹിന്ദുക്കളുടെ ജീവൻ ഒരു സുരക്ഷിതത്വവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. എപ്പോഴെല്ലാം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ടോ അതിന്റെ എല്ലാ റിപ്ലിക്കകൾ, അതിന്റെ എല്ലാ മിനിയേച്ചർ പതിപ്പുകൾ ആ കാലഘട്ടങ്ങളിൽ മുർഷിദാബാദിലും മാൾഡയിലും നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് അവിടുത്തെ ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഇടിവും അവിടുത്തെ മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായിട്ടുള്ള വർധനവും. നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോഴത്തെ 2011 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അവിടുത്തെ ഹിന്ദു ജനസംഖ്യ 70.5% മുസ്ലിം ജനസംഖ്യ 28.5% വളർന്നു. അതായത് കാലം കൊണ്ട് 8% വർധനവ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടായപ്പോൾ ഹിന്ദു ജനസംഖ്യ വളരെ താഴേക്ക് പോവാണ്, 10% താഴേക്ക് പോവാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡെമോഗ്രഫിക് ചേഞ്ച് ആണ് നിരന്തരമായിട്ട് നമ്മൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 30% ജനസംഖ്യ പ്രാപിച്ചു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലത്തും നടന്നിട്ടുള്ള ഒരു മോഡൽ നമ്മുടെ മുന്നിലുണ്ട്. അവർക്ക് രാഷ്ട്രീയ അധികാരം കൂടി കിട്ടി കഴിയുമ്പോൾ ആ ഒരു എന്താണ് പറയാ, ഒരു സമ്പൂർണ്ണാധിപത്യത്തിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. അത് ഇസ്ലാമിൽ പറയുന്ന 3 തരത്തിലുള്ള സ്റ്റേറ്റ്ഹുഡുകളെ പറ്റി പറയുന്നുണ്ട്. ദാറുൽ ഇസ്ലാം, ദാറുൽ ഹറബ്, ദാറുൽ കുഫർ എന്ന് പറയുന്ന ഈ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് 100% ഇസ്ലാമിക ഭരണക്രമം നിലനിൽക്കുന്ന സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു 100% മുസ്ലിം സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പമാണ്. ആ ദാറുൽ ഇസ്ലാം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഈ 30% ശേഷം ഈ സ്ഥലങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കശ്മീരിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കിക്കോളൂ, ഇപ്പൊ ബംഗാളിൽ നടക്കുന്ന എന്താണെന്ന് നോക്കിക്കോളൂ. ഏറെ വൈകാതെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം അതിന്റെ ചില ട്രെൻഡുകൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരുടെ ചിത്രം എടുത്തുകൊണ്ടുള്ള റാലികൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹമാസിന്റെ നേതാക്കൾ നേരിട്ട് പൊതുയോഗങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഹമാസിനും അതേപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും അതേപോലെ തന്നെ ISIS-നും ഒക്കെ ഫാൻസും റിക്രൂട്ട്മെന്റ് ഏജൻസികളും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു ഡെമോഗ്രഫിക് ചേഞ്ചിന്റെ അനിവാര്യമായിട്ടുള്ള ഫലമാണ്. അത് നമുക്ക് അതിനെ എന്തെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കാരണത്തിലോ അതല്ലെങ്കിൽ അടുത്തുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ചാരി രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ആ പ്രദേശത്തെ ജനങ്ങൾ സ്വന്തം നിലയിൽ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു സംഭവമാണ്. അതിന് പുറമെ നിന്ന് എന്തെങ്കിലും ഉപദേശമോ പുറമെ നിന്ന് എന്തെങ്കിലും സന്നാഹമോ കിട്ടേണ്ട ആവശ്യമില്ല. ഇത് കുറെ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഇതിന്റെ പാറ്റേൺ നോക്കിയാൽ മതി. നമ്മളിപ്പോ കാണുന്നത് വഖഫിനെതിരാണ്. വഖഫിനെതിരായിട്ടാണ് ഈ പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളാണ്. കാരണം ഒരു മുസ്ലിമിന്റെ 1 സെന്റ് ഭൂമി പോലും പോകാത്ത ഒരു സംഭവമാണ്. പെർമനന്റ് ഡെഡിക്കേഷൻ ആയിട്ട് നടത്തിയിട്ടുള്ള വഖഫ് പ്രോപ്പർട്ടികളുടെ മാനേജ്മെന്റിൽ ഒരു കൃത്യത വരുത്താൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ സ്വത്തവകാശം നഷ്ടപ്പെടുത്തും, അവരുടെ ഭൂമിയും പള്ളികളും മുഴുവൻ തട്ടിയെടുക്കും, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ഫിയർ മോങ്കറിംഗ് ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തിനിടയിൽ കലാപം ജനിപ്പിച്ചതിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. പക്ഷെ വഖഫ് എന്ന് പറയുന്നതിന്റെ അവസാനത്തെ ഘട്ടത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. അതിന് മുമ്പ് രാംനവമിയുണ്ട്, അതിന് മുമ്പ് ചൈത്ര നവരാത്രി ഉണ്ട്, തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. ഈ 2013 ശേഷം ഈ മമതാ ബാനർജി സർക്കാർ അധികാരത്തിൽ കൂടി വന്നതിന് ശേഷം ഇവർക്ക് സാമുദായികമായിട്ടുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് മാത്രമല്ല, അവർക്ക് പ്രോപ്പർ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ആൻഡ് ഡോമിനേഷൻ കൂടി ഭരണത്തിൽ തന്നെ അവർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആധിപത്യമുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, അവിടുത്തെ ആളുകൾ അതാണ് നമ്മളിപ്പോൾ അവിടെ മുർഷിദാബാദിലും മാൾഡയിലും ഒക്കെ കാണുന്നത്.